ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് നമ്മൾ ARM എന്ന മൂവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഇന്നലെയാണ് മൂവി കണ്ടത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മൂവി എന്ന് എല്ലാം പറയാം. ഇതിൽ കൂടുതലൊരു മൂവി നമുക്ക് ചെയ്യാൻ പറ്റില്ല. മലയാളത്തിലെ ആദ്യത്തെ 3D മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പണ്ടൊരു മൈഡിയ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ് എൻ്റെ ഓർമ്മയിൽ 3D ആയിട്ട് വന്നത്. ഇത് ശരിക്കും 2Dയിൽ വരേണ്ട ഒരു പടത്തിനെ 3D ആക്കിയത്. എന്നാലും ആ 3D എലമെന്റ്സ് എല്ലാം അടിപൊളിയായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ആ മൂവി വളരെ ഇഷ്ടപ്പെട്ടു. 3 കാലഘട്ടങ്ങളിലെ 3 ഹീറോസിനെ ചേർത്ത് വെച്ച് ചെയ്തൊരു പടമാണ്. പിന്നെ ഒരു ട്രഷർ ഹണ്ട് പോലെയാണ്. ഒരു നാടിന്റെ ഒരു ട്രഷറിനെ കാക്കാൻ വേണ്ടിയുള്ള അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥകളും 3 ഹീറോസ് ഉണ്ട്. മണിയൻ, കുഞ്ഞിക്കേളു, അജയൻ. 3 കാലഘട്ടത്തിലെ അത് ക്ലബ് ചെയ്തിട്ട് ചെയ്തൊരു മൂവിയാണ്. നല്ല അടിപൊളി സിനിമാറ്റോഗ്രാഫിക് എക്സ്പീരിയൻസ് ആയിരുന്നു. പടം ഉടനീളം ടോവിനോ ഒന്നും ഒരു രക്ഷയില്ല. ടോവിനോ, ബേസില്, സുധീഷ് എന്ന് പറയുന്ന കുറെ താരനിരകളുണ്ട്. സുരഭി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ടോവിനോ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരു മൂവി ഉണ്ടോന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട്. ജിതിൻലാൽ എന്ന് പറഞ്ഞ ഡയറക്ടറിന് ഏറ്റവും മികച്ച സിനിമ. പടം എങ്ങനെ എടുക്കണം എന്നുള്ളത് പുള്ളിക്കാരനെ കണ്ടു വേണം പഠിക്കാൻ. നമുക്ക് മലയാളികൾക്ക് അഭിമാനമാകുന്ന ഒരു സിനിമ തന്നെയാണ് ARM. അജയന്റെ 2ാം മോഷണം. എല്ലാവരും കുടുംബത്തോടെ നല്ല രീതിയിലുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം കൂടിയാണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. സോങ്സ് ആണേലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണേലും എല്ലാം, DOP എല്ലാം ഒന്നിനൊന്നും മെച്ചവും. നമുക്ക് നമ്മളെ മലയാള സിനിമയിലെ ഒരു പാൻ ഇന്ത്യ മൂവി ആയിട്ട് കൊണ്ടുവരാൻ വരെ ആ സിനിമയ്ക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു മൂവിയാണത്. ഓരോ എലമെന്റ്സും ഓരോ കഥാപാത്രങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ചെയ്തേക്കുന്ന ഒരു മൂവിയാണ്. വെൽ കാസ്റ്റഡ് ആണ്. ബേസിലാണേലും ഓരോ നടന്മാരാണ്. സുരഭിയുടെ ഒക്കെ കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു മികച്ച റോളിൽ സുരഭി പ്രത്യക്ഷപ്പെട്ടതാണ്. പിന്നെ ആ തമിഴ് നടിയാണേലും ഒന്നിനൊന്നും മെച്ചമുള്ള ഒരു കാസ്റ്റിങ്ങും വേറെ ലെവലുള്ള ഒരു സിനിമാറ്റിക് ഗ്രാഫിക് എക്സ്പീരിയൻസും